ഹലോ, ഇത് നമ്മൾ പപ്പായ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ലൊരു ഐറ്റമാണ്. മാത്രമല്ല ഒരു വെറൈറ്റിയും കൂടിയാണ്. പപ്പായ അങ്ങനെ ആരും ഫ്രൈ ചെയ്തിട്ട് അധികം കണ്ടിട്ടില്ല. പപ്പായ കറി, തോരൻ, പച്ചടി ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്രയും കാലം. അപ്പോൾ അതൊന്ന് പച്ച പപ്പായ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. നമ്മൾ പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പച്ച പപ്പായയാണ് ഞാൻ ചെറുതൊരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി കളഞ്ഞു കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യണത് പോലെ ഇങ്ങനെ നീളത്തിൽ വേണം, ഒരുപാട് കനത്തിൽ ചെയ്യരുത്. കനം കുറച്ച് നീളത്തിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ഇപ്പോൾ കുട്ടികൾക്കായാലും കഴിക്കാനൊരു ഇഷ്ടം തോന്നുക. അങ്ങനെ ആകുമ്പോഴാണ്. നമ്മൾ തോരനൊന്നും ചെയ്യണ പോലെ ചെയ്യരുത്. നമുക്ക് ഒരു ചെറിയ കോട്ടിങ് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്നത് ബോയിൽ ചെയ്തെടുക്കണം. നമുക്ക് വേവിക്കരുത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ട് വേവിച്ചെടുക്കരുത്. തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് തിളച്ചാൽ ഉടൻ ഓഫ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് തിളച്ച വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. ഒരുപാട് സമയം വേവിക്കരുത്. വേവിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ക്രിസ്പി ആയിട്ടൊന്നും നമുക്ക് കിട്ടൂല. തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ്. അത് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇടുമ്പോൾ എന്തായാലും ആ തിളയൊന്ന് കുറയുമല്ലോ. അപ്പോൾ ഒന്ന് തിളച്ച് വന്നാൽ നമുക്കത് സ്ട്രെയിനിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. ഇപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെക്കുക, വേവിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. തിളയ്ക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അതൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല ചൂടൊന്ന് ആറിയതിന് ശേഷം ഒരു ഇളം ചൂടിൽ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരിയും സാദാ മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു നുള്ള് മതി. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഈ പപ്പായ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും ഈ കോട്ടിങ്ങിന് ഒരു കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ചൂടോട് കൂടി തന്നെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ചൂട് തട്ടുമ്പോൾ തന്നെ ആ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് അതൊന്ന് കുറച്ചൊന്നങ്ങോട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചതുപോലെ ഒന്ന് പരണ്ടിരിക്കും. ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുമിച്ച് കൂട്ടത്തോടെ അങ്ങ് പെറുക്കിയിടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒട്ടും. കാരണം നമ്മൾ അരിപ്പൊടിയിലാണല്ലോ ഇത് കോട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പം തന്നെ ഒരുമിച്ച് അങ്ങ് ആയിപ്പോവും. ഒരുമിച്ച് അങ്ങ് ഇത് കോട്ടിങ്ങൊക്കെ റെഡി ആയിക്കോളും. എല്ലാ മസാലയൊക്കെ അതിൽ പിടിച്ചിരിക്കണ പോലെ ഉണ്ടാവും. പിന്നെ അരിപ്പൊടി ആയിട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം അധികം വേവാനൊന്നും ഇല്ല. അത് നമ്മളൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കിടന്ന് അധിക സമയമൊന്നും വേവാൻ ഉണ്ടാവില്ല. അപ്പം നമുക്കിങ്ങനെ ചിപ്സ് പോലെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു കറുമുറായിട്ട് തന്നെ ഇരിക്കും. ചൂടോടെ കഴിക്കണം. ചൂടാറിയാൽ പെട്ടെന്ന് തന്നെ തണുത്ത് പോവുകയും ചെയ്യും. ചോറിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ചേനയൊക്കെ പൊരിക്കൂലേ, ചേനയൊക്കെ പൊരിച്ച് കഴിക്കണ ആ ഒരു ഫീലാണ് നമുക്കിത് കഴിക്കുമ്പോൾ. പക്ഷെ അതിലേറെ ടേസ്റ്റിയാണ് കേട്ടോ. ഞാനും ആദ്യമൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ടേസ്റ്റി ആവും എന്നുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എരിവ് കൂടുതലൊക്കെ വേണം എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ചേർക്കാം. പക്ഷെ ഇതിപ്പോൾ ചെറിയൊരു പപ്പായ ആയിരുന്നു. അപ്പോൾ ധാരാളം, ഈ എരിവ് തന്നെ ധാരാളമാണ്. കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാശ്മീരി മുളക് ഇട്ടത്. 2-3 ട്രിപ്പുകളായിട്ട് കൊണ്ട് എടുത്ത് ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുമിച്ചിടരുത്. 2-3 ഒക്കെ ആയിട്ട് ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുക. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് ക്രിസ്പിയാണ് എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് ഇടുമ്പോൾ പപ്പായ ഇങ്ങനെ കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ഈ അരിപ്പൊടിയിൽ കോട്ട് ചെയ്ത് കാരണം അങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്ക് വരെ കഴിക്കാൻ പൊതുവേ പച്ച പപ്പായ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ.
കുട്ടികൾക്ക് പോലും കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്, തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവമാണിത്. മിക്ക വീടുകളിലും പറമ്പിൽ ഇഷ്ടം പോലെ ഇത് ഉണ്ടാവും ചെയ്യും. പിന്നെ തോരൻ അല്ലെങ്കിൽ കറി, എരി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്കൊന്നും അത്ര ഒരു ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഏത് കുട്ടികളും കഴിച്ചോളും. ഫ്രഞ്ച് ഫ്രൈസാന്നൊക്കെ വിചാരിച്ച് കഴിച്ചോളും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലൊരു ഐറ്റമാണ്. പപ്പായ ആണെന്നൊന്നും അവർക്ക് മനസ്സിലാവും കൂടിയില്ല. അത്രയും ടേസ്റ്റുമാണ്. ഫ്രൈ ചെയ്ത ഐറ്റം ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്